Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്ന് ഈ വചനജ്വാല ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങളെ കർത്താവ് ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒപ്പം ഒരു കാര്യം മറക്കരുത്, ഈ വചനജ്വാല ശുശ്രൂഷ, ഈ അഭിഷേക ജ്വാല ശുശ്രൂഷ മറ്റു മക്കളുമായി നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളും അനുഗ്രഹം ഭാവിക്കും, ഇത് ലഭിക്കുന്ന മക്കൾക്കും അനുഗ്രഹം ഭാവിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 8-ാം വാക്യം പ്രകാരമാണ് വചനം പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. മനോഹരമായ വചനം. 2 കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളെല്ലാം കർത്താവ് അതിൻ്റെ സമൃദ്ധി തരും. രണ്ടാമത്, നമുക്ക് ദൈവം തന്ന ദാനങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത് മറ്റു മക്കളുമായി പങ്കുവയ്ക്കാനുള്ള കൃപയും അനുഗ്രഹവും കൂടി സമർത്ഥമായി തരുമെന്നാണ് കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ആ വചന ഇപ്രകാരമാണ്. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമർത്ഥമായി ഉണ്ടാകുവാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുവാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകുവാൻ കഴിവുറ്റവനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പ്രിയമുള്ളവരെ, 2 കാര്യം. ഒന്ന്, ദൈവം സമർത്ഥമായി തരും. ഒപ്പം തന്നത് മറ്റു മക്കളുമായി പങ്കുവയ്ക്കുവാനുള്ള കൃപയും കൂടി തരുമെന്ന, ആ കൃപയും സമർത്ഥമായി തരുമെന്നാണ് പറയുന്നത്. ഓർക്ക പ്രിയമുള്ളവർ, പൗലോസ് ശ്ലീഹ ഈ വചനഭാഗം എഴുതുമ്പോൾ പൗലോസ് ശ്ലീഹയുടെ മനസ്സിലുള്ള കാര്യം ഇപ്രകാരമാണ്. കൊരിന്ത്യസിലെ സഭക്കാർ സമ്മതിച്ചിരുന്നു ജെറൂസലേമിലെ ജനങ്ങൾ അനുഭവിച്ച ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ സഹായിക്കുമെന്ന്. എന്നാൽ കൊരിന്ത്യസ് സഭ ചെയ്തില്ല. ആ സമയത്താണ് പൗലോസിലെ ഈ കാര്യം അവർ ഓർമ്മിപ്പിക്കുകയും ജെറൂസലേം സഭയിലേക്ക് സഹായിക്കാൻ അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പ്രിയമുള്ള സഹോദര സഹോദരി, ഈ ദിവസം നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർക്കാം ഈ വചനം. ദൈവം സമർത്ഥമായി നമുക്ക് വേണ്ടത് ദൈവം തരും. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, സമർത്ഥമായി ദൈവം തന്ന നമ്മുടെ എല്ലാ കഴിവുകളും സമ്പത്തുമെല്ലാം മറ്റു മക്കളുമായി പങ്കുവയ്ക്കാനുള്ള കൃപയും അതിൻ്റെ സമൃദ്ധി തരുമെന്ന് കർത്താവ് പറഞ്ഞുവെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ സമർത്ഥം ഞങ്ങൾക്ക് തരണമേ. അതുമാത്രമല്ല, മറ്റു മക്കളുമായി പങ്കുവയ്ക്കാനുള്ള ഒരു കൃപയും അനുഗ്രഹവും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം സമൃദ്ധിയുടെ ദിവസമായി മാറട്ടെ. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, ആവശ്യത്തിലിരിക്കുന്ന മക്കളെ എല്ലാ തരത്തിലും സഹായിക്കാനുള്ള ഒരു നല്ല മനസ്സും കൃപയും സമത്വം നിങ്ങൾക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. മറക്കരുത്, സമർത്ഥമായി എല്ലാം തരുവാൻ സന്നദ്ധയുള്ള ഒരു ദൈവമാണെങ്കിൽ ആ ദൈവത്തിൽ നിന്നും സമൃദ്ധി വാങ്ങിച്ചിട്ട് സമൃദ്ധി സ്വീകരിച്ചിട്ട് അത് മറ്റു മക്കളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈശോ നിങ്ങളുടെ കൂടിയാകട്ടെ. ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അച്ഛൻ ഈശോയുടെ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.